സംസ്ഥാന സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം സമാപിച്ചു. രജിസ്റ്റർ ചെയ്ത 4245 പേരിൽ 623 പേർ മാത്രമാണ് സംഗമത്തിനെത്തിയത്. ദേവസ്വം ബോർഡ് ക്ഷണിച്ച 500 പേരും പങ്കെടുത്തു. 3 വേദികളിലായി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നു. RB സനൂപ് വിവരങ്ങൾ നൽകാനായി പമ്പയിൽ നിന്ന് ചേരുന്നുണ്ട്. സനൂപ്, എങ്ങനെ വിലയിരുത്താം ഈ അയ്യപ്പ സംഗമത്തെ? അയ്യപ്പ സംഗമം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ വിജയ് യേശുദാസിന്റെ ഭക്തിഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിനിധികളൊക്കെ തന്നെ മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട VVIPകളും VIP-കളും ഒക്കെ മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുപേർ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ശബരിമലയിലേക്ക് പോയിട്ടുമുണ്ട്. അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും പുതിയതായിട്ട് വന്ന ഒരു വാർത്ത പ്രകാരം നമുക്കറിയാം എത്ര പേരാണ് രജിസ്റ്റർ ചെയ്തു എന്നുള്ള കണക്കടക്കം നേരത്തെ ഇവർ പുറത്തുവിട്ടിരുന്നു. ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മന്ത്രി VN വാസവനൊക്കെ പുറത്തുവിട്ടതാണ്. 4245 പേർ രജിസ്റ്റർ ചെയ്തു എന്നായിരുന്നു കണക്ക്. പക്ഷേ ഇന്ന് ഇതിൽ പങ്കെടുത്തത് വെറും 623 പേർ. അതായത് ഡെലിഗേറ്റുകളായിട്ട് രജിസ്റ്റർ ചെയ്തതിൽ 623 പേർ മാത്രം പങ്കെടുത്തു എന്നുള്ള പുതിയ കണക്കാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച് എത്തിച്ച 500-ലധികം പ്രതിനിധികളും പരിപാടിയുടെ ഭാഗമായി മൊത്തം 2000 പേര് പങ്കെടുത്തു എന്നുള്ള അവകാശവാദമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വെക്കുന്നത്. പക്ഷേ ഇവർ രജിസ്റ്റർ ചെയ്ത ഡെലിഗേറ്റുകളിൽ വെറും 623 പേർ മാത്രമാണ് പങ്കെടുത്തു എന്നുള്ളതിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ തുടക്കത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും പേര് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സർക്കാർ പറഞ്ഞ അവകാശവാദത്തിന്റെ അത്രത്തോളം വലിയൊരു കണക്കിൽ ഡെലിഗേറ്റുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. രണ്ടാമത്തത്, പാനൽ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച നടന്നിരുന്നു. ഒന്ന്, ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ച. അതുപോലെ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെ ഒരു തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് ആരംഭിക്കാൻ കഴിയും എന്നതിൽ ചർച്ച നടന്നിരുന്നു. ഏറ്റവും ഒടുവിലായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമായിരുന്നു ക്രൗഡ് മാനേജ്മെന്റ്, അതായത് ആൾക്കൂട്ട നിയന്ത്രണം, എങ്ങനെ ഇവിടെ ഈ തിരക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിലുള്ള ചർച്ച. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് ഈ ആൾക്കൂട്ട നിയന്ത്രണം എന്ന് പറയുന്നതിന് പകരം, അതായത് ക്രൗഡ് മാനേജ്മെന്റ് എന്ന വാക്കിന് പകരം പിൽഗ്രിം മാനേജ്മെന്റ് എന്ന രീതിയിലേക്ക് മാറ്റുക. ക്രൗഡ് മാനേജ്മെന്റ് ആകുമ്പോൾ അവിടെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസിന് ബലം പ്രയോഗിക്കാം, അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ പ്രയോഗിക്കാൻ സാധിക്കും. അത് വേണ്ട, പകരം പിൽഗ്രിം മാനേജ്മെന്റ് അഥവാ തീർത്ഥാടന കാര്യങ്ങൾ നോക്കുന്ന രീതിയിലേക്ക് പ്രോട്ടോകോൾ അടക്കം മാറ്റുക എന്നുള്ള ഒരു കാര്യമാണ് നിലവിലിപ്പോൾ ഈ ചർച്ചകളിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അതിനനുസരിച്ച് പുതിയ പ്രോട്ടോകോൾ അടക്കം തീരുമാനിച്ച് പോലീസിനെ അതിനുവേണ്ടി തയ്യാറാക്കി എടുക്കുക എന്നുള്ള ഒരു ചർച്ച കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ബ്രീഫിംഗ് മറ്റുമൊക്കെ ഉണ്ടായിരുന്നപ്പം ഈ പാനൽ ഡിസ്കഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത ഒരു തീരുമാനം ഇത് തന്നെയാണ്. ഇതിലിനി പ്രോട്ടോകോളും മറ്റുമൊക്കെ തയ്യാറാക്കും. അതിനനുസരിച്ച് എങ്ങനെ ഈ പിൽഗ്രിം മാനേജ്മെന്റ് അഥവാ തീർത്ഥാടകരുടെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ തീർത്ഥാടക തിരക്ക് എങ്ങനെ നിയന്ത്രിച്ച് സുഗമമായിട്ട് അവർക്ക് ദർശനം ഉറപ്പാക്കാൻ കഴിയുമെന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ചും വലിയ ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. അത് എങ്ങനെ ഫലപ്രദമായിട്ടൊക്കെ നടപ്പിലാക്കാൻ കഴിയും, ഈ പറയുന്ന റെയിൽ കണക്ടിവിറ്റി, അതുപോലെ എയർ കണക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധ്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്രയും വേഗം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ട ചർച്ചകളുമൊക്കെ നടന്നിരുന്നു. എന്തായാലും സമാപന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. ഈ അല്പസമയത്തിനകം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മന്ത്രി VN വാസവനും അടക്കം മാധ്യമങ്ങളെ കൂടി കാണുന്നുണ്ട്. ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം അതൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും സമാപന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് കാര്യങ്ങൾ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സർക്കാർ അവകാശവാദം 2000 പേര് പങ്കെടുത്തു എന്നൊക്കെയുള്ളതാണ്. പക്ഷേ അത്രയും പേര് പങ്കെടുത്തില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. സനൂപി സൂചിപ്പിച്ചതുപോലെ 4000-ലധികം ആളുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ 600-ഓളം പേർ മാത്രമാണ് പങ്കെടുത്തത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ സംഗമം ഒരു പരാജയമാണ് എന്നൊരു വിലയിരുത്തലുണ്ടോ? പരാജയമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവർ ഉദ്ദേശിച്ച അത്രയും ആളുകൾ എത്തിയില്ലെങ്കിൽ പോലും കാര്യമായിട്ടുള്ള ചർച്ചകളും മറ്റുമൊക്കെ അവിടെ നടന്നിരുന്നു. മാത്രമല്ല, തുടക്കത്തിൽ ഉദ്ഘാടന സമയത്ത് കാര്യമായിട്ട് തന്നെ സ്റ്റേജ് തുടക്കം കുറച്ച് കസേരകൾക്ക് ഒഴിഞ്ഞിടങ്ങിലും പിന്നീട് ഉദ്ഘാടനത്തിലേക്ക് എത്തിയ സമയത്തേക്കും നിറഞ്ഞ ഒരു സദസ്സിൽ തന്നെയായിരുന്നു ഉദ്ഘാടനവും മറ്റുമൊക്കെ നടന്നത്. അതിനോടൊപ്പം തന്നെ സർക്കാർ അവർ ഉദ്ദേശിച്ച
VVIPകളും അവർ ഉദ്ദേശിച്ച ഡെലിഗേറ്റുകളൊക്കെ എത്തി എന്നുള്ളത് സർക്കാരിനും ആശ്വസിക്കും. കാരണം അവർ നേരിട്ട് ക്ഷണിച്ച 500 പേരാണ്, അതിൽ ആ ഭൂരിഭാഗം പേരും പങ്കെടുത്തു എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ദേവസ്വം ബോർഡിനും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇത് പരാജയപ്പെട്ടു പോയി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ രജിസ്റ്റർ ചെയ്ത 4000-ഓളം പേരിൽ വെറും 623 പേർ മാത്രം പങ്കെടുത്തു എന്നുള്ളത് അത് ഒരു പരാജയമായിട്ട് വേണ്ടി കണക്കാക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ് ഇത്രയും പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഇത്രയും കുറഞ്ഞ ഡെലിഗേറ്റുകൾ മാത്രം പങ്കെടുത്തു എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഈ അടുത്ത വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഉറപ്പായിട്ടും ആ ചോദ്യമൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ, അതായത് ചർച്ചയുടെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഡിസ്കഷൻ തന്നെയാണ്, പാനൽ ചർച്ച തന്നെയാണ് നടന്നത്. ഈ പറഞ്ഞ 3 വിഷയങ്ങളിലും കാര്യമായിട്ടുള്ള ചർച്ചകൾ നടന്നു. ഇനി അത് എങ്ങനെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കും എന്നുള്ളതായിരിക്കും ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ച കാര്യത്തിൽ ലക്ഷ്യം വന്നോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിലിപ്പോൾ ഇതൊരു പരാജയം, ഈ ഡെലിഗേറ്റുകളുടെ എണ്ണം കുറഞ്ഞതൊരു പരാജയമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എണ്ണം കുറഞ്ഞത് അതൊരു നീരസം ഉണ്ടാക്കിയെന്നുള്ള കാര്യം വസ്തുത തന്നെയാണ്.